നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ബയോളജിയുടെ ഭാഗത്തു നിന്നും കണ്ണിലെ ദ്രവങ്ങൾ, അതായത് അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും, ഇത് രണ്ടുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തന്നെ പറയാം. കാരണം ഇത് പഠിച്ചു വെച്ച് ഉറപ്പായിട്ടും നിങ്ങൾക്കിത് പരീക്ഷയിൽ ഇത്തവണ ഉണ്ടാകും എന്ന് തന്നെ തോന്നുന്നു. നമുക്കെന്താ അത്രയേറെ പ്രാധാന്യത്തോടു കൂട്ടിയിട്ട് ഇതൊന്ന് നോക്കാം. വളരെ സിമ്പിളാണ്. പക്ഷേ എന്താണ്, ഇതിനൊരു പ്രത്യേക ശ്രദ്ധ കൊടുക്കുന്നു എന്ന് മാത്രം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് കണ്ണിലെ ദ്രവങ്ങളൊന്ന് നോക്കാം. ആദ്യം നമുക്ക് അക്വസ് ദ്രവം എന്താണെന്ന് നോക്കാം. എന്താണ് അക്വസ് ദ്രവം? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. എന്താണ്? കോർണിയയ്ക്കും ലെൻസിനുമിടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണെന്ത്? അക്വസ് ദ്രവം എന്ന് പറയുന്നത്. എന്താണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ. അപ്പോൾ അക്വസ് അറയുടെ സ്ഥാനം എവിടെയാണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് അറ. എന്താണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് അറ. ആ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രവമാണെന്ത്? അക്വസ് ദ്രവം. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്കു തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. എന്താണ്? അക്വസ് ദ്രവം രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നതാണ്. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് ആരാണ്? ഈ അക്വസ് ദ്രവമാണ്. അപ്പോൾ എന്താണ് അക്വസ് ദ്രവം? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലെയുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. എന്താണ്? ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നതാരാ? അക്വസ് ദ്രവമാണ് കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത്. ഇനി നമുക്ക് വിട്രിയസ് ദ്രവം എന്താണെന്ന് നോക്കാം. അതിനു മുൻപ് ഒരു കാര്യം പറയട്ടെ. നമ്മൾ എന്താണ്, ഒരുപാട് കണ്ടിട്ടില്ലാത്തതും റയറായിട്ടുള്ളതും എന്നാൽ അത്രയേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തുന്നത്. കാരണം നിങ്ങളുടെ ശ്രദ്ധയൊന്നു പോകാതെ നമ്മളൊന്ന് വിട്ടുകളയുന്ന ചില ടോപ്പിക്കുകളുണ്ട്. ചിലപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നതിന് തന്നെ ആ ടോപ്പിക്കുകൾ കാരണമാകും. അതുകൊണ്ടാണ് ഇത്തരം റയർ ടോപ്പിക്കുകൾ നമ്മൾ എടുത്ത് തന്നെ പറയുന്നത്, ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പറയുന്നത്. റയർ ടോപ്പിക് എന്ന് പറയുമ്പം എങ്ങും കാണാത്ത ടോപ്പിക്ക് അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലായിട്ട് കൊടുക്കേണ്ട ടോപ്പിക്കുകൾ. ഇനി നമുക്ക് വിട്രിയസ് ദ്രവം നോക്കാം. ലെൻസിനും റെറ്റിനയ്ക്കുമിടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ്. എന്താണ്? ലെൻസിനും റെറ്റിനയ്ക്കുമിടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണെന്ത്? വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. എന്താണ്? കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. അപ്പോൾ വിട്രിയസ് ദ്രവം എന്താണ്? ലെൻസിനും റെറ്റിനയ്ക്കുമിടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലെയുള്ള ദ്രവമാണ്. എന്താണ്? ലെൻസിനും റെറ്റിനയ്ക്കുമിടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ്. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. ഇവിടെ നമ്മൾ എത്ര ചോദ്യങ്ങളാണ് പഠിച്ചത്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. വിട്രിയസ് അറയുടെ സ്ഥാനം എവിടെയാ? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ്. ഒരു ചോദ്യം പഠിച്ചില്ലേ? അതുപോലെ തന്നെ വിട്രിയസ് ദ്രവം എങ്ങനെയാ? ജെല്ലി പോലെയുള്ള ദ്രവമല്ലേ വിട്രിയസ് ദ്രവം. ഇനി കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്ന ദ്രവം ഏതാണ്? അതും വിട്രിയസ് ദ്രവമല്ലേ. അങ്ങനെ എത്ര ചോദ്യങ്ങളുടെ ഉത്തരം നമ്മൾ ഒരു നിമിഷം കൊണ്ട് പഠിച്ചു. ഇനി നമുക്കിത് രണ്ടും ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് അക്വസ് ദ്രവത്തിലേക്ക് വന്നാൽ, അക്വസ് അറയുടെ സ്ഥാനം എവിടാ? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് അറ. എന്താണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് അറ. വിട്രിയസ് അറയോ? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് വിട്രിയസ് അറ. എന്താണ്? ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് വിട്രിയസ് അറ. രണ്ട് കാര്യങ്ങൾ പഠിച്ചല്ലോ. അപ്പോൾ അക്വസ് അറ എവിടെയാണ്? കോർണിയയ്ക്കും ലെൻസിനും ഇടയിലാണ് അക്വസ് അറ. ലെൻസിനും റെറ്റിനയ്ക്കും ഇടയിലാണ് വിട്രിയസ് അറ. ഇനി അക്വസ് ദ്രവമില്ലേ, അത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നതാണ് എന്ത്? അക്വസ് ദ്രവം.
കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നതാണ് ഇതിൻ്റെ ധർമ്മം. ഇതിൻ്റെ ധർമ്മം എന്താണ്? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്. വിട്രിയസ് ദ്രവമോ? വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് ജെല്ലി പോലുള്ള ദ്രവമാണ്. അക്വസ് ദ്രവം എന്താണ്? ജലം പോലെ തോന്നുന്ന ദ്രവമാണെങ്കിൽ വിട്രിയസ് ദ്രവം എന്ന് പറയുന്നത് ജെല്ലി പോലെയുള്ള ദ്രവമാണ്. വിട്രിയസ് ദ്രവത്തിൻ്റെ ധർമ്മം എന്താണ്? കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. അക്വസ് ദ്രവമോ? കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നതാണ് അക്വസ് ദ്രവമെങ്കിൽ കണ്ണിൽ എന്താണ്? കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ കാര്യങ്ങളെല്ലാം ഒരു പ്രാവശ്യം കൂടി ഒന്ന് പറയാം. നമ്മൾ കണ്ണിലെ ദ്രവങ്ങളാണ് നോക്കിയത്, അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും. കോർണിയയ്ക്കും ലെൻസിനുമിടയിലെ അക്വസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജലം പോലുള്ള ദ്രവമാണ് അക്വസ് ദ്രവം. ഇത് രക്തത്തിൽ നിന്ന് രൂപം കൊണ്ട് രക്തത്തിലേക്ക് തന്നെ പുനരാകിരണം ചെയ്യപ്പെടുന്നു. കണ്ണിലെ കലകൾക്ക് ഓക്സിജനും പോഷണവും നൽകുന്നത് അക്വസ് ദ്രവമാണ്. വിട്രിയസ് ദ്രവമോ? ലെൻസിനും റെറ്റിനയ്ക്കുമിടയിലുള്ള വിട്രിയസ് അറയിൽ നിറഞ്ഞിരിക്കുന്ന ജെല്ലി പോലുള്ള ദ്രവമാണ് വിട്രിയസ് ദ്രവം. കണ്ണിൻ്റെ ആകൃതി നിലനിർത്താൻ സഹായിക്കുന്നത് വിട്രിയസ് ദ്രവമാണ്. അപ്പോൾ നമ്മൾ എന്താണ് പറഞ്ഞത്? അക്വസ് ദ്രവവും വിട്രിയസ് ദ്രവവും.